والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: العلم حياة الإسلام وعماد الدين. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, ഉസ്താദമാർ, ഉലമാക്കളെ, ഉമറാക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ മഹത്തായ ഒരു ചടങ്ങ് കഴിഞ്ഞാണ് സലാത്ത് സമ്മേളനം ഇവിടെ ആരംഭിക്കുന്നത്. ഹൈടെക് ലൈബ്രറി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ മഹനീയ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ച വലിയ ഒരു സമുച്ചയം, വിദ്യാഭ്യാസ സമുച്ചയമാണ് മഅദിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്ഥാപന സമുച്ചയങ്ങളിൽ വിവിധങ്ങളായ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ അത്യാധുനികമായ രീതിയിൽ സംവിധാനിച്ച ഒരു ലൈബ്രറിയുടെ ഉദ്ഘാടനമാണ് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ കരങ്ങളാൽ വലിയ സാദാത്യങ്ങൾ, ആലിമീങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഈ സ്ഥാപനത്തെ ഉയർത്തി ഉയർത്തി പെരുമാറാവട്ടെ. നമുക്കറിയാം, നമ്മുടെ മലപ്പുറത്തിന് എന്നല്ല കേരളത്തിനൊട്ടാകെ വലിയ അഭിമാനവും ഇസ്സത്തുമായിട്ടുള്ള മഹത്തായ സ്ഥാപനം. നമുക്ക് എല്ലാ സ്ഥാപനങ്ങൾക്കും ഉമ്മയായി, മാതൃകയായി മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ കരങ്ങളാൽ തുടക്കം കുറിച്ച വലിയ ഇന്ത്യയിലെ ഒരു സ്ഥാപനമാണ് മർക്കസ് സഖാഫത്ത് സുന്നിയ. എന്നാൽ അതേപോലെ ശേഷം ആരംഭിച്ചതാണെങ്കിലും ഇന്ന് അൽഹംദുലില്ലാഹ് അത് വളരെ പടർന്ന് പന്തലിച്ചു. അങ്ങനത്തെ ഒരു സ്ഥാപനമാണ് മഅദിൻ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം. വിജ്ഞാനത്തിന്റെ, എല്ലാ തരത്തിലുള്ള വിജ്ഞാനത്തിന്റെ ഒരു കേന്ദ്രമായി ഈ സ്ഥാപനം ഇന്ന് മാറിയിട്ടുണ്ട്. നല്ലവരായ നിരവധി ആളുകളുടെ പങ്കാളിത്തം ഇതിലുണ്ട് എന്ന് പറയേണ്ടതില്ല. എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് കേൾക്കുന്ന ഒച്ചപ്പാടെല്ലാം അത് ഇസ്ലാം അല്ല, ഇസ്ലാമിൻ്റേതുമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ച ദീനാണ്. ഐഹികവും പാരത്രികവുമായ മോക്ഷത്തിനു വേണ്ടി അല്ലാഹു മനുഷ്യകുലത്തിന് വേണ്ടി സംവിധാനിച്ച അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, വ്യവസ്ഥിതികൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ദീനുൽ ഇസ്ലാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്ത് നാൾ വരെയുള്ള
ഈ ലോകത്തിന് വേണ്ടി, ലോകത്തെ ജനങ്ങൾക്ക് വേണ്ടി മാറി വരുന്ന യുഗങ്ങളോടെല്ലാം ഇണങ്ങിച്ചേർന്നു പോകാൻ പറ്റും വിധത്തിലുള്ള നിയമവ്യവസ്ഥകൾ സംവിധാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മഹത്തുക്കളായ സ്വഹാബത്തുൽ കിറാമിന്റെ മുമ്പിൽ അത് റസൂലുള്ളാഹി തങ്ങൾ അവതരിപ്പിച്ചു. ആ സ്വഹാബത്തിലൂടെയാണ് നമ്മുടെ രാജ്യമായ കേരളത്തിലടക്കം ഇസ്ലാം എത്തുന്നത്. ആ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഉൾക്കൊള്ളുന്നത്. അതിന്റെ ജീവായി നിലകൊള്ളുന്ന ദീനിയായ ഉലൂമുകൾ, അൽ ഉലൂമുദ്ദീനിയ, മതപരമായ അറിവുകൾ, അതോടൊപ്പം അതിന് ഗുണം ചെയ്യുന്ന ഭൗതികമായ അറിവുകൾ, അതും അതിന്റെ ഭാഗമായി തന്നെ നാം കാണണം. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തെ അനുസരിച്ച് ആ കാലഘട്ടത്തെ ഉൾക്കൊണ്ടു പോകാൻ കഴിയുന്ന ദീനാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരിക്കലും ഏത് വിദ്യാഭ്യാസത്തിനും എതിർ നിന്നിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു പരിപാടിയുമില്ല. മുൻകാലത്ത് കഴിഞ്ഞുപോയ വലിയ 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 മതപണ്ഡിതന്മാർ തന്നെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭൗതിക വിജ്ഞാനത്തിന്റെയും ഉടമകളായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. ആ അടിസ്ഥാനത്തിൽ രണ്ട് വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും. അതിൽ ഉയരങ്ങളിൽ നിൽക്കുന്ന വലിയ സ്ഥാപനങ്ങൾ, ബഹുമാനപ്പെട്ട മർക്കസ് സഖാഫത്ത് സുന്നയും മഅ്ദിനും ഉൾപ്പെടെ വേറെയും ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതെന്തിനാണ്? ഈ കാലഘട്ടം, ആ കാലഘട്ടത്തെ ഉൾക്കൊള്ളാൻ കഴിയണം. ഇനിയും പുരോഗമിച്ചു വരുന്ന കാലഘട്ടം, അപ്പോഴുമുള്ള ജനങ്ങളോട് സംവദിക്കാനും ജനങ്ങളെ ഉൾക്കൊള്ളാനും നമുക്ക് നമ്മുടെ ആലിമ്യങ്ങൾക്കടക്കം കഴിഞ്ഞെങ്കിലേ അവരുമായി വിഷയങ്ങൾ സംസാരിക്കാൻ വരെ സാധ്യമാവുകയുള്ളൂ എന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള അറിവുകളും വിദ്യാഭ്യാസങ്ങളും ഒക്കെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി എല്ലാ നിലക്കുമുള്ള മതവിജ്ഞാന കേന്ദ്രം പലയിടത്തും നമുക്ക് ആവശ്യമുണ്ട് എന്നടിസ്ഥാനത്തിൽ നമ്മുടെ ഉസ്താദുമാർ തന്നെ, വലിയ വലിയ ആലിമീങ്ങൾ തന്നെ പലയിടങ്ങളിലും വലിയ സ്ഥാപനങ്ങൾ, എല്ലാ ജില്ലകൾ തോറും വലിയ സ്ഥാപനങ്ങൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ മലപ്പുറം ജില്ലയും അതേപോലെ കോഴിക്കോട് ജില്ലയും അടുത്ത ജില്ലകളിൽ കൂടുതൽ സ്ഥാപനമുണ്ട്. എന്നാൽ ബാക്കി ജില്ലകളിലും അതുപോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ എല്ലാ അറിവുകളും പകർന്നു കൊടുക്കുന്ന നല്ല സുന്നത്ത് ഉൾക്കൊണ്ടുകൊണ്ട് എത്ര വലിയ അറിവും നേടിയവർ ഉണ്ടായി വന്നെങ്കിലേ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ വിപുലമാണെന്നും അതിവിപുലമാണെന്നും എല്ലാം ഉൾക്കൊള്ളാൻ മാത്രം ഇസ്ലാം ഉണ്ടെന്നും ഇസ്ലാമിന് സാധ്യമാണെന്നും മറ്റ് ജനങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സംഘയുക്തം വെച്ച് പുലർത്തുന്ന ഒരു ദീനല്ല ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി അറിയണമെന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഓർത്തുകയാണ്. ഒരുപാട് രാജ്യങ്ങൾ ഒരു കാലത്ത് വലിയ വിജ്ഞാനത്തിന് കേന്ദ്രങ്ങളായിരുന്ന രാജ്യങ്ങൾ തന്നെ പിൽക്കാലത്ത് വിജ്ഞാനങ്ങൾ എടുത്തുപോയി. എങ്ങനെ ആലിമീങ്ങൾ മരിച്ചുപോയി. ഞാൻ നിൽക്കുന്ന സ്ഥലമായ മഞ്ചേരി തന്നെ പണ്ടൊരു കാലത്ത് വലിയ വിജ്ഞാനത്തിന് കേന്ദ്രമായിരുന്നു. അവിടുത്തെ പഴയ ജുമാഅത്തുള്ളി ഒരുപാട് ആലിമീങ്ങൾ നടത്തിയ ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കട്ടെ, മഹാനവകളടക്കം ഒരുപാട് ആലിമീങ്ങൾ അവിടെ ദർശനം നടത്തിയ ആളാണ്. ആ കാലങ്ങളിൽ അവരൊക്കെ മരിച്ചുപോയി. ഇൽമിന്റെ അഹ്ലിയാരൊക്കെ മരിച്ചുപോയി. പിന്നെ അതിന് പറ്റിയവർ ആ രാജ്യത്ത് തന്നെ അങ്ങനെ ഉണ്ടായി വന്നില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് കുറെ കാലങ്ങൾ ദർസോ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളോ എന്നല്ല ദീനിയായ അറിവോ അവിടെ ഇല്ലാത്തൊരു അന്തരീക്ഷം വന്നെങ്കിൽ പിന്നീട് സമസ്ത ജമിയത്തുൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ജാമിയ ഹിക്കമിയ എന്ന് പറയുന്ന സ്ഥാപനം അവിടെ വന്നതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു ചെറിയ മാറ്റമെങ്കിലും ഈ സ്ഥാപനം കൊണ്ട് ഇവിടെ ഉണ്ടായ മാറ്റം വലിയ മാറ്റമാണ്. അതിന്റെ ഒരു ചെറിയ രീതിയിലുള്ളൊരു മാറ്റം അവിടെയും
നമുക്ക് ആ സ്ഥാപനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും അത് ദീനിയായ ഉയർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, ദീനിന്റെ ഇജ്ജത്തിന് വേണ്ടി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇജ്ജത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനം. ആ ജാമിഅ ഹൈക്കമിയുടെ കീഴിലും ചെറിയ രീതിയിൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നടക്കുന്നു. അതിന്റെ 5ാമത് വാർഷികവും ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ശനിയാഴ്ച നടക്കുകയാണ്. ഉസ്താദുമാരും സാദാത്യങ്ങളും ആലിമീങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നുകൂടി ഞാൻ ഉണർത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.